ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേസ്കാർഡ് ബാങ്കിൻ്റെ ബാക്കി പോർഷൻസ് നോക്കാം. കേസ്കാർഡ് ബാങ്ക് ഫ്ലോട്ട് ഡിബഞ്ചർ ടു റൈസ് ഫണ്ട്. കേസ്കാർഡ് ബാങ്കുകൾ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിബഞ്ചറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ബാങ്കിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ അവർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിബഞ്ചേഴ്സ് 3 തരത്തിലുണ്ട്. കേസ്കാർഡ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് 3 തരത്തിലുണ്ട്. ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ, സ്പെഷ്യൽ ഡിബഞ്ചർ. കേസ്കാർഡ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നത് 3 ടൈപ്പ് ഡിബഞ്ചേഴ്സാണ്. ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ, സ്പെഷ്യൽ ഡിബഞ്ചർ. അതിൽ ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറയുന്നത് 15 വർഷത്തേക്കായിരിക്കും നോർമലി ഇഷ്യൂ ചെയ്യുന്നത്. ഓർഡിനറി ഡിബഞ്ചേഴ്സ് 15 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ജനറൽ പബ്ലിക്കിനും LIC, പബ്ലിക് സെക്ടർ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടാണ് ഓർഡിനറി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ജനറൽ പബ്ലിക്കിനും LIC, പബ്ലിക് സെക്ടർ. നെക്സ്റ്റ് റൂറൽ ഡിബഞ്ചേഴ്സ്. റൂറൽ ഡിബഞ്ചേഴ്സ് പേര് പോലെ തന്നെ ഫോർ മൊബൈലൈസ് റൂറൽ സേവിങ്സ്. റൂറൽ സേവിങ്സ് മൊബൈലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൂറൽ ഡിബഞ്ചേഴ്സ് കേസ്കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. തേർഡ് ടൈപ്പ് സ്പെഷ്യൽ ഡിബഞ്ചറുകളാണ്. ഈ സ്പെഷ്യൽ ഡിബഞ്ചറുകൾ ഫുള്ളി പർച്ചേസ് ചെയ്യുന്നത് നബാർഡ് ആയിരിക്കും. അപ്പോൾ കേസ്കാർഡ് ബാങ്കുകൾ ഫണ്ട് റൈസ് ചെയ്യുന്നത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സാണ് ഉള്ളത്. ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ, സ്പെഷ്യൽ ഡിബഞ്ചർ. ഓർഡിനറി ഡിബഞ്ചറുകൾ 15 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ജനറൽ പബ്ലിക്കിന് വേണ്ടി, LIC, പബ്ലിക് സെക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. റൂറൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ റൂറൽ പീപ്പിൾസിൻ്റെ സേവിങ്സ് മൊബൈലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൂറൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്പെഷ്യൽ ഡിബഞ്ചേഴ്സ്. സ്പെഷ്യൽ ഡിബഞ്ചേഴ്സ് ഫുള്ളി പർച്ചേസ് ചെയ്യുന്നത് നബാർഡ് ആയിരിക്കും. അതുപോലെ ഈ കേസ്കാർഡ് ബാങ്കിൻ്റെ ഈ ഡിബഞ്ചേഴ്സിന് ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എപ്പോഴും രജിസ്ട്രാർ ആയിരിക്കും. ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ എപ്പോഴും രജിസ്ട്രാർ ആയിരിക്കും. അതുപോലെ ഈ ഡിബഞ്ചേഴ്സിന് ഗ്യാരണ്ടി നിൽക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതിന് ക്ലിയറൻസ് കൊടുക്കുന്നത് നബാർഡുമായിരിക്കും. ട്രസ്റ്റി ആയിട്ട് നിൽക്കുന്നത് രജിസ്ട്രാറും, ഗ്യാരണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും, ക്ലിയറൻസ് കൊടുക്കുന്നത് നബാർഡുമായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റോഡിയനായിട്ട് ആക്ട് ചെയ്യുന്ന രജിസ്ട്രാറും, ഗ്യാരണ്ടി നിൽക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും, ഇതിന് ക്ലിയറൻസ് കൊടുക്കുന്നത് നബാർഡുമാണ്. ഈ ഡിബഞ്ചേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് RBI ആയിരിക്കും.